പാളയം ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ UDF-ന്റെയും ഒരു വശത്ത് BJP-ന്റെയും കൊട്ടിക്കലാശം നടക്കുന്നുണ്ട്. UDF-ന്റെ പാളയം 61 വാർഡിലെ സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അൻവർ തെക്കോത്ത്. അതേസമയം BJP-യെ സംബന്ധിച്ച് ഇവിടെ 3 സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം ഒന്നിച്ച് എത്തുന്നുണ്ട്. പാളയം, മാവൂർ റോഡ്, ഒപ്പം തന്നെ ചാലപ്പുറം, ഇവിടെയുള്ള 3 സ്ഥാനാർത്ഥികളുടെയും കൊട്ടിക്കലാശമാണ് BJP-യുടേതായി ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പാളയം ജംഗ്ഷനിൽ സജീവമായ കൊട്ടിക്കലാശം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം ഇവിടെ പാളയത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് കൂടെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും തിരക്കേറിയ ജംഗ്ഷനാണ്. പക്ഷേ ഇവിടെ വാഹനങ്ങൾക്ക് കാര്യമായ നിയന്ത്രണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വലിയ ഗതാഗത ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും നല്ല രീതിയിലുള്ള വലിയ ആവേശത്തോടുകൂടിയുള്ള കുട്ടിക്കലാശമാണ് 3 പാർട്ടികളുടേതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാളയത്തെ സംബന്ധിച്ച് കോഴിക്കോട് നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു വാദപ്രതിവാദം അല്ലെങ്കിൽ ഒരു വിവാദം എന്ന് പറയുന്നത് പാളയം മാർക്കറ്റ് ഇവിടെ നിന്നും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്.